അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ കേസിന് പോവാണ്. കോടതി കയറി ഇറങ്ങുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞങ്ങളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നമുക്ക് മാത്രമല്ല, മിക്ക ഫാമിലിയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് കോടതി ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്നും പുതിയ പുതിയ ആൾക്കാരെ കാണാം, അവരുടെ കേസിനെ കുറിച്ച് അറിയാം. ഒരറിവും ചെറുതല്ലല്ലോ. ഇത് സിവിൽ കോടതിയാണ്. ഞങ്ങളിന്ന് സിവിൽ കേസിനാണ് വന്നിരിക്കുന്നത്. കോടതി മുകളിലാണ്. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തത് കൊണ്ട് താഴെ ഇരിക്കുവാണ്. ഇരിക്കാൻ പറ്റില്ല, നടക്കണം, നടക്കാൻ പറ്റില്ല, ഇരിക്കണം, അതാണ് അവസ്ഥ. ഇവിടെ തൊട്ടടുത്തുള്ള കിടങ്ങാമ്പറമ്പ് അമ്പലമാണിത്. ഇവിടുത്തെ പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് നമുക്ക് കോടതിയിലിരിക്കാം. കേസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. അമ്മയ്ക്കിന്ന് വരേണ്ട ദിവസമാണ്. മെഡിസിനും ഒക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യയായി. ഇനിയിപ്പോൾ നേരെ ഫുഡും കൂടെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ ആകെ ടയേർഡായിട്ടിരിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി, ഫ്രഷ് ആവണം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നില്ല, പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിലും സംഭവം നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇവിടുത്തെ പൊറോട്ട പോലും വ്യത്യസ്തനാണ്. എല്ലാം വാങ്ങിക്കൊണ്ട് പോയാൽ വീട്ടിൽ പോയിരുന്ന് ആസ്വദിച്ച് കഴിക്കാമല്ലോ. ഇവിടെ കലവൂരുള്ള ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റാണിത്. പേര് ക്രീം കോർണർ എന്നാണ്. ഈ ഹോട്ടലിലേക്ക് കയറണമെങ്കിൽ നേരത്തെ തന്നെ സർവീസ് റോഡിലേക്ക് കയറണം. റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ തിരക്ക് കുറഞ്ഞത്. അതുകൊണ്ട് ഹോട്ടലിൻ്റെ രൂപത്തിനുമൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇവിടെയൊക്കെ നല്ല പേൾ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിരുന്നു നേരത്തെ കാണാൻ. ഇപ്പോൾ പുറത്തെ ചെയറും ടേബിളും ഒന്നും കാണാനില്ല. പുറത്തെ ചെയറും ടേബിളും ഒക്കെ നല്ല വെറൈറ്റി ആയിരുന്നു. അകത്താണെങ്കിലും നല്ല ലുക്കാണ്. ഒത്തിരി പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ കാണും. പുതിയ ഹൈവേ വരുമ്പോഴേക്കും ക്രീം കോർണറിനും പുതിയൊരു ലുക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അധികം തിരക്കില്ലാത്തത് കൊണ്ട് പുറത്തെ സീറ്റിംഗ് ഒക്കെ മാറ്റിയതാവാം. ഇത് വലിയൊരു ഹാള് പോലെയാണ്, പക്ഷേ ഒത്തിരി ടേബിളും കസേരയും ഒക്കെ ഇവിടെ ഉണ്ട്. എത്ര ആൾ വന്നാലും ഇവിടെ അങ്ങനെ തിരക്ക് അനുഭവപ്പെടാറില്ല. ഇവിടെ ടേബിൾ കിട്ടാതിരിക്കത്തുമില്ല. സർവീസ് റോഡിൽ കയറാതെ നേരെ പോന്നാൽ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ പാടാണ്. ഇവിടെ തിരക്ക് കുറയുന്നതിൻ്റെ കാരണം അതായിരിക്കും. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പാഴ്സലൊക്കെ കിട്ടി. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി ഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി.